പ്രിയ സുഹൃത്തുക്കളെ, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനും നൗഫലും നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നത്. നമുക്ക് വീണ്ടും ഈ റിയാദും നമ്മുടെ പ്രവാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നമുക്കിങ്ങനെ സംസാരിക്കാം, അങ്ങനെയല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ഏത് വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യപ്പെട്ട ബത്തയെക്കുറിച്ച് നിങ്ങളെ ബത്ത എൻ്റെ ബത്ത. അപ്പോൾ ശരിക്കും ഏതാണ്, ബത്തയാണോ ബത്തഹയാണോ? ഇപ്പൊ ബൊത്തയാണ്. അതായത് ബംഗാളികളുടെ ഒരു വൈകാരിക അടുപ്പത്തോട് നമ്മൾ പറയുന്നത് ബത്ത എന്നാണ്. ബത്തഹ എന്നാണ്. ബത്ത വെറും അക്ഷരങ്ങളിൽ അറബില് ബത്തഹയാണ്. അറബില് പിന്നെ പറയുന്നത് നമ്മൾ എല്ലാ കാര്യത്തിലും ഉപയോഗിക്കണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ നഗരമായിട്ടുള്ള ഒരു വൈകാരിക അടുപ്പുള്ള ആളുകള് ബത്തയാണ്. മലയാളികൾക്ക് ബത്ത എന്നാണ് ബത്തയാണ്. മാത്രമല്ല ഇപ്പൊ ഒരുവിധ ആളുകൾക്ക് എഴുതുന്നത് ബത്താന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ താങ്കളിപ്പോ ഈ അടുത്തിട്ട പോസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ ബൊത്തയായി മാറി, ബൊത്തായി മാറുന്നു. അതായത് മലയാളികളുടെ ഒരു ആധിപത്യം കുറയുകയും ബംഗാളികളുടെ ബംഗ്ലാദേശുകാരുടെ ആധിപത്യം കൂടുകയും ചെയ്തു. ബത്തക്ക് വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പാതിയിലാണ് ബത്ത ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ പിന്നെ കുവൈറ്റ് യുദ്ധം നടന്ന സമയത്തെ ആ സമയത്ത് യമനികളുടെ കയ്യിലായിരുന്നല്ലോ ബത്ത. യമനികളായിരുന്നു ഇവിടുത്തെ വലിയ പിന്നെ റീറ്റെയിൽ മേഖല അവരുടെ കയ്യിലായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ മുമ്പുണ്ടായിരുന്നൊരു പറഞ്ഞു കേട്ട ചരിത്രമാണ്. പിന്നീട് ആ സമയത്തുണ്ടായിരുന്ന അവർ കുറേ ആളുകൾ സ്ഥാപനങ്ങൾ വിട്ടുപോവുകയും ചെയ്തു. അപ്പോൾ മലയാളികൾ ഈ ബക്കാല ബൂഫിയൊക്കെ മലയാളികൾ കൈവച്ചു. അങ്ങനെയാണ് ഈ ബത്തയിലെ വലിയൊരു ഭാഗം, ബത്തയുടെ ഹൃദയഭാഗത്ത്, ബത്തയിലല്ല മൊത്തത്തിൽ സൗദിയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. പക്ഷെ ബത്തയിലും അതുപോലെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടായിട്ട് മലയാളികൾ ഏറ്റവും കൂടുതൽ വന്നത് ബത്തയില് അങ്ങനെയാണ്. അതാണ് ബത്തയിൽ കേരള മാർക്കറ്റ് ഉണ്ടായത്. അതെ, കേരള മാർക്കറ്റ് ഉണ്ടായത്. കേരള മാർക്കറ്റിന് എത്ര വർഷത്തെ ഒരു ചരിത്രം ഉണ്ടാവും? കേരള മാർക്കറ്റിൽ എന്തായാലും ഒരു 4 പതിറ്റാണ്ടിന്റെ ചരിത്രം ഉണ്ടാവും. 4 പതിറ്റാണ്ടിലേറെ ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞത് ഞാൻ ഈ പറഞ്ഞൊരു സമയം മുതലാണ് മലയാളികളുടെ ആധിപത്യം ഇവിടെ കൂടുന്നത്. അത് മാറി രണ്ടാമതിപ്പോൾ അത് ബംഗ്ലാദേശികളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു പുതിയ മാറ്റത്തിലേക്കാണ് ഇപ്പോൾ നടന്നത്. ശരിക്കും നേരത്തെ ബത്ത ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് തിരിച്ചിട്ട് കേരള മാർക്കറ്റ്, ബംഗാളി മാർക്കറ്റ്, നേപ്പാളി മാർക്കറ്റ്, ഫിലിപ്പീൻ മാർക്കറ്റ്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴും അതിന്റെ ഘടന അങ്ങനെ തന്നെയാണ്. പക്ഷെ കേരള മാർക്കറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കേരള മാർക്കറ്റിന്റെ ഒരു വലിയ വിഭാഗം ബംഗ്ലാദേശികളുടെ കൈയായിട്ടുണ്ട്. സ്ഥാപനങ്ങളെ അതുപോലെ തന്നെ ബംഗ്ലാദേശ് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന മറ്റുള്ള സ്ഥാപനങ്ങൾ കംപ്ലീറ്റ് ബംഗ്ലാദേശ് മാർക്കറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ബംഗ്ലാദേശ് മാർക്കറ്റ് 100%. അവിടെ ഇപ്പൊ നമ്മളെ പിന്നെ ബത്തയിലുള്ള പോലെ പിന്നെ മഞ്ചേരി ഗല്ലി, മറ്റേ വാഴക്കാട് ഗല്ലി എന്നൊക്കെ പറഞ്ഞ പോലെ അവരും ഉണ്ടാവും. ബംഗ്ലാദേശിലെ ഓരോ അവിടെ ഡിസ്ട്രിക്ട് അടിസ്ഥാനത്തിലുണ്ട്, ഡാക്ക ഡിസ്ട്രിക്റ്റും അങ്ങനെ പല ഡിസ്ട്രിക്ട് അടിസ്ഥാനത്തിൽ അവിടെയും ഗല്ലികളും സിസ്റ്റങ്ങളും സാംസ്കാരിക ഏരിയകളൊക്കെ ഉണ്ട്. ബത്തന്റെ ഒരു പിന്നെ ഒന്നാമത്തെ ഇനിയിപ്പോ ബത്തയില് ഇപ്പോ നമ്മൾ ഈ സൺസിറ്റി ഒക്കെ നിന്നിരുന്ന ഒരു വലിയ ബിൽഡിംഗ്, അത് ബത്തന്റെ ഒരു സാംസ്കാരിക ഏരിയ. അത് പൊളിഞ്ഞു വീഴുന്നതോട് കൂടിയിട്ട് അതും നഷ്ടപ്പെടാൻ പോകും. അതുപോലെ നമ്മളെ റമാദ് ഹോട്ടലിന്റെ ഭാഗം, അതുപോലെ അങ്ങനെ പിന്നെ ആളുകൾ കൂടിയിരുന്ന മലയാളികളുടെ പരിപാടികൾ നടന്നിരുന്ന ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിരുന്ന അങ്ങനത്തെ ഏരിയകളൊക്കെ പിന്നെ അവിടെ നിന്നൊക്കെ മലയാളികൾ ഇങ്ങനെ പൊതുവെ അകന്നുകൊണ്ടിരിക്കും, കുറഞ്ഞു തുടങ്ങിയാണ്. ഇതിന്റെ ബംഗാളികള് അതായത് സ്ഥാപനങ്ങൾ ബംഗാളികളുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഈ നിത്താക്കാത്തിന് ശേഷം, അതായത് കോവിഡിന് ശേഷം, ഈ 2 സംഭവങ്ങൾക്ക് ശേഷം മലയാളികള് സർവൈവ് ചെയ്യാൻ പറ്റൂല എന്ന് അവർ സ്വയം വിശ്വസിച്ച് പല ആളുകളും സ്ഥാപനം ഒഴിവാക്കി പോയി. ഇപ്പൊ അവര് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒരുപാട് പേര് തിരിച്ചു വരുന്നുണ്ട്, തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവരെ ഘടന അവർ രണ്ടാമത് തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ വലിയ രീതിയിലുള്ള അല്ല, സ്ഥാപനം തിരിച്ചു കിട്ടാൻ പറ്റാത്ത അത്രയും വലിയ തുക ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും, നമ്മളെ സഖാവ് പായസം ഉണ്ടായിരുന്നല്ലോ, പിന്നെ ബത്തയില് ഇതായിരുന്നു ബൂഫി ആയിരുന്നു. നമ്മളെ കോർണറിലുള്ള അതിനും സഖാവ് എപ്പോഴും പറയായിരുന്നു, ഒരു സ്ഥാപനം വിൽക്കുമ്പോൾ സഖാവ് നമ്മളോട് പറയും അതെങ്ങനെയെങ്കിലും വിൽക്കണം, അതെങ്ങനെയെങ്കിലും നോക്ക്. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും പുള്ളിന്റെ എന്തെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ആണ് ഇതിന്റെ പറയുന്നത്. പിന്നെ വെച്ചാൽ ഞാൻ അങ്ങനെ ചോദിച്ചില്ലായിരുന്നു, മലയാളികളുടെ കയ്യിലാണ് ബത്ത, അങ്ങനത്തെ നമ്മൾ നിലനിർത്തണം. വേറെ ആൾക്ക് ഇപ്പൊ കുറെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ അത് റിയലൈസ് ചെയ്യുന്നത്. പുള്ളിയൊക്കെ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. ഇപ്പം സ്ഥാപനങ്ങളൊക്കെ പോയി മലയാളികളുടെ ഒരു പൈതൃകം അവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി കേരള മാർക്കറ്റിന്റെ പഴയ പ്രതാപം തിരിച്ചു വരില്ല. ഇനി
ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ വഴി തിരിച്ചു വരുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ബംഗ്ലാദേശികളുടെ കയ്യിൽ സ്ഥാപനങ്ങൾ ഉണ്ടായ പിന്നെ പക്ഷേ ഈ മലയാളികളൊക്കെ പോയിട്ടുള്ളവർ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. മലയാളികൾ കുറഞ്ഞിട്ടില്ല, ബത്തേൽ അവരെ കാണുന്നുണ്ട്. ബത്തേലെ മലയാളികളുണ്ട്, പക്ഷെ താരതമ്യേന മറ്റു പോപ്പുലേഷൻ ഇതിനേക്കാൾ ഭയങ്കരമായിട്ട് ഹൈക്ക് ചെയ്തു. അതുപോലെ മലയാളികൾ പല പാർട്ടിക്കും ചെതറി, അങ്ങനത്തെ പോയി. പിന്നെ ഒരു തലമുറ മാറ്റം സംഭവിച്ചല്ലോ, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, ബിസിനസ് രംഗത്തൊക്കെ തലമുറ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, വലിയ രീതിയിലുള്ള. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ റമാദ് ഹോട്ടലിന്റെ മുന്നിലൊക്കെ വന്നിരുന്ന മലയാളികളിൽ ഒരു നല്ലൊരു പങ്ക് മലസിലേക്ക് പോയി. അൽമാസിന്റെയും ചെറീസിന്റെ ഒക്കെ മുന്നിലേക്ക് പോയി. പിന്നെ ഈ സനയ്യ സുലയ്യൊക്കെ ഭാഗത്ത് അവിടെയൊക്കെ ഈ ഹൈപ്പർ മാർക്കറ്റുകളും ചെറിയ ചെറിയ ടൗൺഷിപ്പുകളും, ഈ ടൗൺഷിപ്പുകൾക്കൊപ്പം സാംസ്കാരിക മൂലകളും ഉണ്ടായി അവിടെ. അതോടുകൂടി അവരൊക്കെ ഗ്യാദർ ചെയ്യുന്ന സ്ഥലം അവിടെ ആയിട്ട് മാറി. അവരൊന്നും ഇപ്പോൾ ബത്തേരിയിലേക്ക് വരുന്നില്ല. ഇപ്പോൾ വ്യാഴം വെള്ളിയൊക്കെ പിന്നെ എന്താ പറയുക, സ്റ്റേറ്റ് ലെവലിൽ പരിപാടി നടക്കുമ്പോഴാണ് അവർ വരുന്നത്. ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഒക്കെ അവിടെ കൂടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഏതായാലും തിരിച്ചു വരൂലേ? തിരിച്ചു വരണം. മെട്രോയൊക്കെ വന്നപ്പോ അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടായി. മെട്രോ വന്നൊക്കെ ബത്തൊക്കെ മാറ്റം ഉണ്ടായി. പക്ഷെ മലയാളി കമ്മ്യൂണിറ്റി എത്രത്തോളം ബത്തിലെ പിന്നെ ഇപ്പൊ നമ്മൾ കാണുമ്പോഴേ ഇപ്പൊ മെട്രോയിലെ ബത്ത് സ്റ്റേഷൻ അത് പഴയ ബംഗാളി മാർക്കറ്റിനോട് ചേർന്നാണ്. ആ ഏരിയ ഭയങ്കര സജീവമാണ്. അതെ, പക്ഷെ ഈ സ്റ്റേഷൻ ബംഗാളി എനിക്കൊന്ന് രാത്രി 12-1 മണി വരെ അവിടെ അതും ആ ബംഗ്ലാദേശ് മാർക്കറ്റിന് ഗുണകരമായി. അത് ഗുണകരമായി. ആളുകൾ പല ഏരിയയിൽ ശരിക്കും അതേപോലെ ഒരു മെട്രോ സ്റ്റേഷൻ ഇപ്പുറത്തുണ്ടായിരുന്നെങ്കിൽ, അത് കേരള മാർക്കറ്റിന്റെ സൈഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഗുണം ചെയ്യുമായിരുന്നു. ഈ ബംഗാളി കമ്മ്യൂണിറ്റിന്റെ ഒരു ദീർഘവീക്ഷണം, നമ്മളെപ്പോഴും അവരെ ഇകഴ്ത്തിയിട്ടാണ് നമ്മൾ ആളുകൾ സംസാരിക്കുന്നത്. ബംഗാളികൾ എന്നുള്ളത് അത്ര ഒരു പോസിറ്റീവായിട്ട് നല്ല അർത്ഥത്തിലല്ല. പക്ഷെ ആക്ച്വലി അവരൊരു ഡിറ്റർമിനേഷനും അവരൊരു വിഷനൊക്കെ നമ്മൾ ഇതിന് കണ്ടുപിടിക്കണം. കാരണം മലയാളികള് ഒരു എന്താ പറയാ, ഒരു നിതാക്കാത്തിനെയും ഒരു കോവിഡിനൊന്നും മറികടക്കാൻ പറ്റാതെ പേടിച്ചു പോയപ്പോ ബംഗാളികൾ അവിടെ കയറിയിട്ട് ആത്മവിശ്വാസത്തോടെ അത്തരം സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ആ മാർക്കറ്റ് മൊത്തം അവരുതായിട്ട് മാറ്റുകയും ചെയ്തു. അതിന് നമ്മൾ പോസിറ്റീവായിട്ട് പിന്നെ നമുക്കത് മടിയാണല്ലോ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാനും. പലരും നമ്മളവിടുത്തെ ജാതി വ്യവസ്ഥ ഉള്ള പോലെ തന്നെ നമ്മൾ ബംഗാളികൾ താഴ്ന്ന ജാതിക്കാരെന്നുള്ള രീതിയിലാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അവര് ഉയർന്ന. അപ്പം കേരള മാർക്കറ്റും, അതായത് ബത്ഹയുടെ ഹൃദയഭാഗത്താണ് കേരള മാർക്കറ്റ് ഉള്ളത്. ആ കേരള മാർക്കറ്റിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ പിന്നെ മലയാളികൾ സൗദിയിൽ പ്രവാസത്തിൽ വന്നിട്ടുള്ളവർക്ക് എല്ലാം അറിയുന്ന ഒന്നാണ് ബത്ഹ, അതുപോലെ കേരള മാർക്കറ്റൊക്കെ. ഈ കേരള മാർക്കറ്റിലൊക്കെ ജീവിതം അല്ലേ വളർത്തിയെടുത്തവർ. ഇത് പറയുമ്പോൾ തന്നെ കുറേ ആളുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഏതായാലും കേരള മാർക്കറ്റിലേക്ക് കയറി പോകുമ്പോൾ ഒരു ചെറിയൊരു കുറവ്, ഒരു ശൂന്യത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ കണ്ടിരുന്ന കുറെ മുഖങ്ങൾ അവിടുന്ന് പോയിട്ട് പല രീതിയിലായിട്ട്. സ്ഥാപനങ്ങളിലൊന്നും നമ്മൾ കാണുന്ന ആളുകളൊന്നും ഇപ്പൊ ഇല്ല, പണ്ട് കണ്ടിരുന്ന ആൾക്കാരൊന്നും ഇല്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആളുകൾ വീണ്ടും കണ്ടു തുടങ്ങുന്നുണ്ട്. പക്ഷെ ഈ സ്ഥാപനങ്ങളിലൊക്കെ മലയാളികളുടെ സാന്നിധ്യം കുറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ ഈ ബക്കാല, ബൂഫിയ അത്തരം പിന്നെ സ്ഥാപനങ്ങളിലേക്കൊന്നും നമ്മുടെ മലയാളി ന്യൂ ജനറേഷൻ വരുന്നില്ല. അവരൊക്കെ വേറെ ജോലി. അപ്പൊ മാത്രല്ല റിയാദ് നഗരം വളരുകയാണല്ലോ, അത് വ്യാപിക്കുകയാണ്, പല 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 മേഖലകളിലേക്ക് പോവുകയാണ്. മുമ്പ് മരുഭൂമിയായി കിടന്ന സ്ഥലങ്ങളൊക്കെ ഇന്ന് സ്ഥാപനങ്ങളും മറ്റൊക്കെ ആയിട്ട് വന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബത്ഹയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു രീതി ഇല്ലാതായി. പക്ഷെ അവിടേക്ക് ബംഗാളികൾ എവിടെയാണെങ്കിലും ബംഗ്ലാദേശികൾ അവർ ബത്ഹയിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പൊ നമ്മള് കരുതുന്നത് നമ്മളാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, നമ്മളാണ് സംഘടന പ്രവർത്തനം. ബംഗ്ലാദേശിൽ വളരെ സാംസ്കാരിക പ്രവർത്തനം അവർ നന്നായി നടത്തുന്നുണ്ട്. ഭയങ്കര സജീവമായ രാഷ്ട്രീയ പ്രവർത്തനമല്ല, മാധ്യമ പ്രവർത്തനം ഒരുപാടുണ്ട് അവർക്കിടയിൽ. എന്തായാലും കേരള മാർക്കറ്റിലും അതിൻ്റെ പ്രതാപം വീണ്ടെടുക്കാൻ ബത്ഹയിൽ മലയാളിയുടെ അവരുടെ അടയാളപ്പെടുത്തലുണ്ട്. അതെല്ലാം വീണ്ടും ആ ഒരു പ്രതാപം വീണ്ടും വരും, ആ ഒരു പ്രതീക്ഷയാണ്. കാരണം നമ്മളെ ഈ പ്രവാസികളെ സംബന്ധിച്ച് അത്ര ഒരു വൈകാരിക നഗരമാണ്. ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടായ, ഒരുപാട് ജീവിതങ്ങൾ ഒടുങ്ങിയ, ഒരുപാട് പുതിയ പുതിയ സംഭവ വികാസങ്ങളുണ്ടായ നമ്മളെ നാട് ഈ രീതിയിൽ ഡെവലപ്പ് ആവുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച നഗരം കൂടിയാണ് ബത്ഹ. അതുകൊണ്ട് ബത്ഹ പിന്നെ ഇങ്ങനെ സജീവമായി കാണാൻ നമുക്ക് ആഗ്രഹം. അപ്പൊ അങ്ങനെ വീണ്ടും സജീവമായിട്ട് നമ്മൾ ആഗ്രഹിക്കാം. അതോടൊപ്പം ബത്തയുടെ ചർച്ച ഇവിടെ നിന്ന് അവസാനിക്കില്ല. ഇനി നമുക്ക് ബത്തയുടെ ഒരുപാട് രസകരവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.